PDC കാലഘട്ടം എന്ന് ഓർക്കുമ്പോ ആദ്യം പോകുന്ന ഒരു മെമ്മറി എന്താ? ആദ്യം പോകുന്ന മെമ്മറി ക്ലാസ് കെട്ടിയല് വെരി നൈസ്. ക്ലാസ് കെട്ടിയല്, സിനിമാക്ക് പോക്ക്, പ്രേമം, ഇതൊക്കെ തന്നെ. വായ്നോട്ടം. പഠിത്തം മാത്രമില്ല, പഠിത്തം ഇല്ല, പഠിത്തൊഴിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ടീച്ചറിന്റെ കാര്യം അതെങ്ങനെയെങ്കിലും പാസ്സായി പോവായിരുന്നു. സത്യമാണോ? എങ്ങനെ പാസ്സായെന്ന് അറിയാൻ പറ്റില്ല. അതിന് നമ്മൾ നന്ദി പറഞ്ഞ അന്ന് പഠിപ്പിച്ച അധ്യാപകരോടാണ്. എപ്പോഴൊക്കെയോ ഈ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നാ? അതൊരു റീസൺ ആണ്. നല്ല കൈയക്ഷരമുള്ളവര് ഇവര് എഴുതി വെച്ചേക്കണ ഇവർ എന്തോ കേട്ടല്ലോ. പരീക്ഷ പാസ്സാകാൻ നമ്മുടെ ആള് പറയുന്നത് നല്ല ഹൈ അക്ഷരം മാത്രം മതി എന്നാണ് കേട്ടോ. പക്ഷെ അതൊരു ഫാക്ടറാണ് അല്ലേ? നല്ല ഹാൻഡ് റൈറ്റിംഗ് നല്ല ഹാൻഡ് റൈറ്റിംഗ്, അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. നോ കമന്റ്സ് അല്ലേ? ജയൻ ചേട്ടാ, ഇപ്പോഴും ആൾക്കാർ തോബിയാസ് എന്ന് വിളിക്കാറുണ്ടോ? ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഞങ്ങളിപ്പോ പുറത്തിരുന്നേ, ഇവിടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തിരുന്ന് പറയായിരുന്നു, ഈ തോബിയാസിനുണ്ടായിരുന്ന ഒരു സ്വാഗ് ഉണ്ടല്ലോ. പുള്ളി വന്നിരുന്ന പുള്ളിയുടെ ഇന്നോവ കാറും പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ ജയൻ ചേട്ടൻ എന്ന് പറയുന്ന ആളും ഒക്കെ കൂടി പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു ഫാൻ ബേസ് ഉണ്ട്. അതായത് അന്ന് എന്നോ ഇറങ്ങിയ സാധനമാണ്. പക്ഷെ ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ കാലഘട്ടം ഒക്കെ സഞ്ചരിച്ച് ഇവിടം വരെ നിൽക്കുമ്പോഴും തോബിയാസ് ഇസ് ഒരു വില്ലെന്ന് പറയില്ല, പുള്ളി ഒരു സംഭവമായിരുന്നു. അപ്പൊ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലാണല്ലോ. അന്ന് അതുപോലെ ആൾക്കാർ വന്ന് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ നേരിട്ട് കാണുമ്പോഴൊക്കെ. ഒരുപാട് പേര് അതിന്റെ ഇന്ററാക്ഷൻസ് ഭീകരമായിരുന്നു. കാരണം കുടുംബിനികള് ഇപ്പോഴും തോബിയാസ്, കാരണം ആരോ ഇന്നലെ എന്നോട് പറഞ്ഞു, ഫോൺ വിളിച്ചപ്പം ഇതിനകത്ത് കണ്ണൻ താമരക്കുള പറഞ്ഞു. ഇന്നലെ രാവിലെ ഞാൻ കണ്ണനെ എൻ്റെ ഒരു നമ്പർ, ഒരു പ്രൈവറ്റ് നമ്പർ, അതിൽ നിന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ജയൻ തോബിയാസ് എന്ന് ഇതിനകത്ത് നമ്മുടെ എന്താ ട്രൂ കോളറിൽ ജയൻ തോബിയാസ് എന്ന് എഴുതി വന്നു. ഞാൻ പറഞ്ഞു 2010 എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ വർക്ക്, പിന്നെ ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. 2010 തീരുന്നത്. അന്ന് അത് നിർത്താൻ കാരണം അത് തന്നെ. അത്രയ്ക്ക് ഹിറ്റായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചക്ക വീണ് മുയലി എത്തുക, ഇതെപ്പോഴും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ സ്വരം നന്നേ പാട്ട് നിർത്താമെന്ന്. സീരിയലിന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. ഇനി ജീവിതത്തിൽ ഒരു നല്ല പേരുണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ള എൻ്റെ തിരിച്ചറിവാണ് ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. ഇപ്പോഴും ട്രൂ കോളറിൽ അങ്ങനെ വരുന്നുണ്ട് ആ പേര്. അതുപോലെ PDC വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ജയൻ PDC അങ്ങനെ അല്ല, ഞാനെന്നുള്ളതല്ല, ആ സിനിമയെ ഒന്ന് ജനങ്ങളുടെ ഇടയിലോട്ട് എത്താൻ സാധ്യതയുള്ള. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞു, ചില സാധനങ്ങൾ ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ, അവനവൻ്റെ ജീവിതമായിട്ട് ഇതിനെ ചേർത്ത് നിർത്താൻ പറ്റുമ്പോഴാണ് നമുക്കിപ്പം ഒരാളോട് ഇഷ്ടം തോന്നുന്നത്. നമുക്ക് ഒന്ന് കണക്ടിവിറ്റി ഈ സിനിമക്ക് അതുണ്ട്. അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആൾക്കാർക്ക് അവരുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഒരാൾക്ക് പറ്റുന്ന ഒരു അബദ്ധം, പൊങ്ങച്ചം, നമ്മുടെ നാട്ടുകാരുടെ മുഴുവൻ ഇപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞാലും കുറച്ച് പൊങ്ങച്ചം കാണും, ഇല്ലേ മഞ്ജു?